കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ദുരനുഭവം പറഞ്ഞ വീഡിയോ ചെയ്തതിന് ഭിന്നശേഷിക്കാരനെതിരെ ജാമ്യമില്ല കേസ്. മലപ്പുറം ചേലേമ്പ്ര സ്വദേശി സുബൈറിനെതിരെയാണ് കേസെടുത്തത്. സുബൈറിന്റെ പരാതിക്ക് പിന്നാലെ ആശുപത്രിയിൽ റാമ്പ് സ്ഥാപിച്ചു. 80% അംഗപരിമിതിയുള്ള സുബൈർ ട്രെയിൻ ടിക്കറ്റ് നിരക്കിനായുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വാങ്ങാനാണ് ചേലേമ്പ്ര കുടുംബാരോഗ്യ കേന്ദ്രത്തിലെത്തിയത്. കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഭിന്നശേഷിക്കാർക്കായി റാമ്പില്ലാത്തതിനാൽ മറ്റു ജീവനക്കാരുടെ സഹായം തേടിയെങ്കിലും ലഭിച്ചില്ല. വീൽചെയർ ഉപയോഗിക്കാനാവാത്തതിനാൽ നിലത്തിഴഞ്ഞു ചെന്നാണ് മെഡിക്കൽ ഓഫീസറെ സുബൈർ കണ്ടത്. ഇതിന്റെ വീഡിയോ ആണ് സമൂഹമാധ്യമത്തിൽ പങ്കുവച്ചത്. സുബൈറിന്റെ വീഡിയോയ്ക്ക് പിന്നാലെ ആശുപത്രിയിൽ റാമ്പ് സ്ഥാപിച്ചു. അതോടൊപ്പം സുബൈറിനെതിരെ പോലീസ് കേസുമെടുത്തു. മെഡിക്കൽ ഓഫീസറോട് അപമര്യാദയായി പെരുമാറി സമൂഹ മാധ്യമങ്ങളിൽ തെറ്റായ പ്രചാരണം നടത്തിയെന്നതാണ് പരാതി. ചേലേമ്പ്ര കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസറുടെ പരാതിയിലാണ് പോലീസ് കേസെടുത്തത്. ഹെൽത്ത് കെയർ സർവീസ് പ്രൊട്ടക്ഷൻ ആക്ടിലെ വ്യവസ്ഥകൾ അനുസരിച്ചുള്ള കുറ്റമാണ് ചുമത്തിയിട്ടുള്ളത്. ആരെയും അപമാനിച്ചിട്ടില്ലെന്നും ആശുപത്രിയിലെ അസൗകര്യം ചൂണ്ടിക്കാണിക്കുക മാത്രമാണ് ചെയ്തതെന്നും സുബൈർ പറഞ്ഞു. മെഡിക്കൽ ഓഫീസറോട് അപമര്യാദയായിട്ട് ഒന്നും സംസാരിച്ചില്ല. അപ്പൊ ഞാൻ ഈ വീഡിയോ ഓൺലൈനിലേക്ക് പോകുന്ന സമയത്ത് ചെയറിലേക്ക് ഞാനൊരു ഭിന്നശേഷിയായതുകൊണ്ട് ചെയറിലേക്ക് ഇങ്ങോട്ട് കയറുന്ന സമയത്ത് വീഡിയോ മേശപ്പുറത്ത് വെക്കുമ്പോൾ അവരിയ്ക്കുന്ന ഒരു ഭാഗം കണ്ട് എന്ന് പറഞ്ഞിട്ടാണ് കേസ് ഫയൽ ചെയ്തിട്ടുള്ളത്. സംഭവത്തിൽ മുസ്ലിം ലീഗ്, SDPI ഉൾപ്പെടെയുള്ള പാർട്ടികളും ഭിന്നശേഷി കൂട്ടായ്മകളും പ്രതിഷേധിച്ചു. സുബൈറിനെതിരായ കേസ് പിൻവലിക്കണമെന്ന് സംഘടനകൾ ആവശ്യപ്പെട്ടു. റിപ്പോർട്ടർ, തിരൂർ.